അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, ഈ കേസിനെ കുറിച്ച് ഞാനൊന്നും ബ്രീഫ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വഴിത്താരയിലൂടെ തന്നെ പോകുന്നയാളാണ് അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ. ഇതിൽ മഹേഷ് മെമ്മറി കാർഡ് പരിശോധിച്ചത് 2018 ഡിസംബർ 13 രാത്രി 10:58 വീട്ടിൽ വെച്ചാണ്. ഈ പരിശോധിച്ച ഫോൺ, ആ മൈക്രോമാക്സ് ഫോൺ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, അത് കാണാതായി എന്നൊക്കെയാണ് മഹേഷ് പറയുന്നത്. മാത്രമല്ല, ഇന്നിപ്പോൾ ജഡ്ജായിരിക്കുന്ന ഒരാൾ ഒരു വർഷത്തോളം അക്കാലയളവിൽ ഈ ഫോൺ അല്ലെങ്കിൽ ഈ മെമ്മറി കാർഡ് കൈവശം സൂക്ഷിച്ചു. അത് നിയമവിരുദ്ധമായ ഒരു കസ്റ്റഡി അല്ലേ അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ? തീർച്ചയായിട്ടും ഇതൊക്കെ ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. കറക്റ്റ് ജഡ്ജാണെന്നോ അല്ലെങ്കിൽ ജഡ്ജിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളാണെന്നോ നമുക്കറിയില്ലായിരുന്നു. പക്ഷെ അത് ഓപ്പൺ ആയിട്ടുണ്ടെന്നും അത് മറ്റു പല സ്ഥലങ്ങളിലെ ആളുകൾ കണ്ടിട്ടുണ്ടെന്നുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ പല വഴിയിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ പറയുന്നത്, ഈ സർവൈവറിന്റെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഒരവസ്ഥയാണ് ഇതിൽ ഉള്ളത്. അതുകൊണ്ട് അത് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മളന്ന് നിർബന്ധപൂർവ്വം എല്ലാ ചർച്ചകളിലും പറഞ്ഞിരുന്നത്. ഇനിയും പറയാനുള്ളത് എന്താ വെച്ചാല്, ഇത്രയും വലിയ ഒഫൻസ് നടന്നിട്ട് റിപ്പോർട്ടിൽ യാതൊന്നും അങ്ങനെ നടന്നു എന്നൊരു സംഗതിയേ ഉള്ളൂ. നെക്സ്റ്റ് നടപടിയാണ് നമുക്ക് അറിയേണ്ടത്. ആര് തന്നെ ആയാലും നിയമം എല്ലാവർക്കും തുല്യമായിട്ടുള്ളതാണ്. കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ അതിലുണ്ടായിരിക്കണം. അത് ആര് തന്നെയാണെങ്കിലും എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അതൊരു മാതൃകാപരമായ കാര്യമായിരിക്കും. കാരണം ഈ കോടതി എന്ന് പറഞ്ഞ സിസ്റ്റത്തെ വിശ്വസിച്ചിട്ട് മനുഷ്യര് സ്വന്തം ജീവിതങ്ങളാണ് അവിടെ ഏൽപ്പിക്കുന്നത്. ആ ജീവിതങ്ങളുടെ മുകളിൽ ഇങ്ങനെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യുക, അവരുടെ അധികാരം ദുർവിനിയോഗം ചെയ്യുക, അവരുടെ കസ്റ്റഡിയിലുള്ള സാധനങ്ങളെ അവർ ഇത്തരം രീതിയിൽ പെരുമാറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇന്റൻഷൻ ഉണ്ടായില്ല എന്നോ അല്ലെങ്കിൽ ഇഗ്നോറൻസ് ആണെന്നോ ഒന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇത് ഇഗ്നോറൻസ് ഉള്ള ആളുകളല്ലല്ലോ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഒരു എക്സ്ക്യൂസും ഇതിന്റെ മുകളിൽ കൊടുക്കേണ്ടതില്ല. കൃത്യമായി തന്നെ നടപടികൾ അഡ്വക്കേറ്റ് ഉണ്ടാവണം. ആശ ഉണ്ണിത്താൻ, അതിലാണ് ആ പോയിന്റ് നിൽക്കുന്നത്. അതായത് ഇഗ്നോറൻസ് എന്നല്ല, ഇഗ്നോറന്റായ ആളുകൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ പോലും ഇഴകീറി പരിശോധിക്കുന്ന ഒരു പോർട്ട്ഫോളിയോയിലുള്ള ആളാണ് ഒരു വർഷത്തോളം ഇത് സൂക്ഷിച്ചത് എന്ന് വ്യക്തമാകുന്ന മൊഴികൾ ബെഞ്ച് ക്ലാർക്ക് മഹേഷ് മോഹന്റെയും പ്രോപ്പർട്ടി ക്ലർക്ക് ജിഷാദിന്റെയും മൊഴിയാണ് ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ മഹേഷിനോട് മെമ്മറി കാർഡ് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടതും ഇതേ വ്യക്തി തന്നെയാണ് എന്ന് പറയുമ്പോൾ ഇത് ഒരു സംഘടിതമായ നീക്കമായി തന്നെയല്ലേ കാണേണ്ടത്? ആർക്കുവേണ്ടി ചെയ്തു എന്നുള്ളതിൽ വലിയ ചോദ്യങ്ങളുടെ ഒന്നും ആവശ്യവുമില്ലല്ലോ അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ. അതെ. അതായത് എവിഡൻസിന്റെ എല്ലാവിധ വാല്യൂ പോയല്ലോ. എവിഡൻഷ്യറി വാല്യൂ ഇതിൽ നഷ്ടപ്പെട്ടുല്ലോ. ഇനിയിപ്പോ ഈ എവിഡൻസിനെ കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? അപ്പോൾ കേസിനെ തകർക്കാനുള്ള എല്ലാവിധ സംഗതി അവിടെ സംഭവിച്ചു കഴിഞ്ഞു. അപ്പൊ അതാണ് പറഞ്ഞത്. പിന്നെ ഇതിന്റെ പുറകിലെ ഇന്റൻഷൻ എന്ത് എന്നുള്ളതും ഇതിന്റെ പുറകിൽ ഒരാളുടെ ജീവിതം കൂടി ഉണ്ടെന്നുള്ളതും, അതായത് ഓൾറെഡി ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യപ്പെട്ടു, ആ ക്രൈമിൽ എടുത്തിട്ടുള്ള ഒരു എവിഡൻസ്, അതിന്റെ എവിഡൻസറി വാല്യൂ ചോർത്തിക്കളയുക എന്നുള്ള ഒരു സംഗതി, അത് ഒരു പക്ഷെ നമുക്ക് വേണമെങ്കിൽ സബ്ജക്റ്റീവായിട്ട് നോക്കുകയാണെങ്കിൽ അത് വലിയ സംഭവമല്ല എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പല കേസുകളിലും ഇത്തരം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ സംഭവിച്ചത് ഒരാളുടെ ലൈഫാണ് അതിൽ പോണത്. റൈറ്റ് ടു പ്രൈവസി, റൈറ്റ് ടു ലൈഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. അതും നമുക്കറിയാവുന്ന ഒരു പ്രൊഫൈല് ഉള്ള ഒരു ആളുടെ, അതൊക്കെ എത്രത്തോളം അവരുടെ ലൈഫിനെ ബാധിക്കും? അവരെ തന്നെ ഇല്ലാണ്ടാക്കുന്നതിന് തുല്യമല്ലേ? അപ്പോ ഇത് വെറും ഒരു ക്രൈം അല്ല, അല്ലെങ്കിൽ ഒരു പാളിച്ചല്ല, നെഗ്ലിജൻസ് അല്ല, ഒമിഷൻ അല്ല. ഇതിലൂടെ സംഭവിച്ചത് വളരെ ഗുരുതരമായിട്ടുള്ള സംഗതിയാണ്. മൊത്തം ജുഡീഷ്യറിയുടെ മുകളിലുള്ള നമ്മളുടെയൊക്കെ വിശ്വാസം തകർന്നു പോവാണ്. അപ്പോൾ അതുകൊണ്ട് ആ വിശ്വാസം തിരികെ പിടിക്കണമെങ്കിൽ മാതൃകാപരമായ അന്വേഷണം ഇതിപ്പോൾ ഒരാൾ എല്ലാ. മാത്രമല്ലല്ലോ അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ. അങ്കമാലി മജിസ്ട്രേറ്റും മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ അനധികൃതമായി കണ്ടിട്ടുണ്ട്. മെമ്മറി കാർഡ് വീട്ടിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നു. അപ്പോൾ ഈ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഇത് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ അങ്ങനെയുള്ള കാര്യങ്ങളല്ലല്ലോ. ഒരു പീസ് ഓഫ് എവിഡൻസ് ആണ്, അതും ക്രൂഷ്യലാണ് ഒരു കേസിലെ. അത് വീട്ടിൽ കൊണ്ടുപോവുകയാണ്, ഒരാളല്ല, രണ്ടുപേർ. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു സമഗ്രമായ അന്വേഷണം ആവശ്യമല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പുറത്തു വരില്ലേ? ഇപ്പോൾ അതിജീവിത അവർ ഈ കേസുമായി മുന്നോട്ട് പോകുന്നു, ഇതിൽ സത്യം അറിയണമെന്ന് വാശി പിടിക്കുന്നു, അതിനുവേണ്ടി അവർ മുന്നിട്ടിറങ്ങുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇക്കാര്യങ്ങളൊക്കെ പൊതുമധ്യത്തിലേക്ക് ഒരു അന്വേഷണ റിപ്പോർട്ടിന്റെ ഉള്ളടക്കമായി വരുന്നത്. അല്ലാത്ത പക്ഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കില്ലേ? ഇതില് ആ ഒരു മജിസ്ട്രേറ്റ് ഒറ്റയ്ക്കിരുന്ന് കണ്ടു എന്നാണോ നമ്മൾ വിശ്വസിക്കുക? എനിക്ക് പഠിക്കാൻ വേണ്ടി കൊണ്ടുപോയി, സ്വസ്ഥമായിട്ട് കാണാൻ വേണ്ടി കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞാല് അവിടെ ഇരുന്ന് കൂട്ടുകാഴ്ചക്കാരായി എത്ര പേരുണ്ടാവും? മറ്റാരൊക്കെ സഹായിക്കാനാണ് കൊണ്ടുപോയത്? എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇനി മറ്റു വല്ല ഫോണും ഡിവൈസും ഉപയോഗിച്ചത് പകർത്തിയത് പറയാൻ പറ്റുമോ? എത്ര പേര് കയ്യിലേക്ക് എത്തിയെന്നൊക്കെ? അപ്പം ഇതിലൊക്കെ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. വലിയൊരു സിസ്റ്റത്തിനെ തന്നെയാണ് ഇവർ തകർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു റെക്ടിഫൈ ചെയ്യണമെങ്കിൽ അത്രയും രീതിയിലുള്ള ആരാണെങ്കിലും എന്താ, മജിസ്ട്രേറ്റ് ആയാലും ജഡ്ജ് ആയാലും ഹൈക്കോടതി ജഡ്ജ് ആയാലും സുപ്രീം കോടതി ജഡ്ജ് ആയാലും ആരായാലും ശരി, നമുക്ക് ഒരു വ്യക്തിയല്ല, ഒരു ജഡ്ജിനെ അല്ല ആവശ്യം. എൻ്റെ ജുഡീഷ്യറിയുടെ മുകളിലുള്ള ജനങ്ങളുടെ വിശ്വാസം
അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ഈ ആശ ഉണ്ണിത്താൻ, ജനങ്ങൾക്ക് കോടതിയിൽ മേലുള്ള വിശ്വാസം എന്നതിലപ്പുറം ഈ കേസിന്റെ കാര്യത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ 3 കോടതികളിൽ ദൃശ്യങ്ങൾ നിയമവിരുദ്ധമായി കണ്ടുവെന്ന് വ്യക്തമാകുമ്പോൾ ദൃശ്യങ്ങൾ ചോർന്നതായുള്ള അതിജീവിതയുടെ സംശയം ബലപ്പെടുകയല്ലേ? അല്ലെങ്കിൽ അതിൽ ഒരു കൃത്രിമം, ഒരു എഡിറ്റിംഗ് നടത്താനായിട്ടുള്ള ഒരു ശ്രമം നടന്നോ എന്ന കാര്യവും അവർ ഉന്നയിക്കുകയാണെങ്കിൽ അതിൽ തെറ്റു പറയാൻ കഴിയില്ലല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കല്ലേ ഇനിയിപ്പോൾ അന്വേഷണം നീങ്ങേണ്ടത്? അല്ല, ഞാൻ കൃത്യമായി പറഞ്ഞു, ഇതിന്റെ എവിഡൻഷ്യറി വാല്യൂ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഈ ദൃശ്യത്തെ ഇനി ഒരു തരത്തിലും നമുക്ക് ആശ്രയിക്കാൻ പറ്റില്ല എന്ന് അതിന്റെ സംശയത്തിന്റെ ഒരു വേർഡ് വന്നാൽ ആ സംശയത്തിന്റെ ആനുകൂല്യം മുഴുവനും കിട്ടാൻ പോകുന്നത് പ്രതികൾക്കാണ്. അപ്പോ ഒരു എവിഡൻസിന്റെ മുകളിലൊരു സംശയം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ എവിഡൻസിന്റെ വാല്യൂ ഉള്ളേ? എവിഡൻഷ്യറി വാല്യൂ നഷ്ടപ്പെടുത്തി. കേസിൽ രക്ഷിക്കേണ്ട ആളെ രക്ഷിക്കാനുള്ള പ്രധാനപ്പെട്ട സംഗതികൾ ചെയ്തു കഴിഞ്ഞു. ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്യുന്ന ഒരുപാട് കത്തി മാറ്റി വെക്കുന്ന പരിപാടി, അല്ലെങ്കിൽ വെപ്പൺസ് മാറ്റി വെക്കുന്ന പരിപാടിക്ക് ഇത് പല കോടതികളും കണ്ടിട്ടുണ്ട്. ഇത് അങ്ങനെ പോലുമല്ല. എന്റെ കേസ് തോൽപ്പിക്കാൻ വേണ്ടി സിസ്റ്റത്തെ ഉപയോഗിക്കാൻ മാത്രമല്ല, എന്റെ ലൈഫിനെയും കൂടി തകർക്കാൻ വേണ്ടി നിങ്ങൾ സിസ്റ്റത്തെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഇരിക്കുന്നത് കൊല്ലാൻ ഉപയോഗിച്ച കത്തിയോ അല്ലെങ്കിൽ വേറെ വല്ല രീതിയിൽ അടിക്കാൻ ഉപയോഗിച്ച വടിയല്ല. ഇത് എന്റെ പ്രൈവസിയാണ്. എന്റെ നേരെ ചെയ്ത ഈ സെക്ഷൽ ഒഫൻസിന്റെ വീഡിയോ ക്ലിപ്പിംഗ് ആണത്. അത് ആരുടെ കയ്യിലെല്ലാം ഉണ്ട് എന്ന് ഭയപ്പെടുന്ന, അല്ലെങ്കിൽ അതുവഴി സ്വന്തം ലൈഫ് പോലും നഷ്ടപ്പെടുന്ന ഒരാളാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇത് ചെറിയ കാര്യമല്ല. ഇതൊരു വളരെ ചെറിയ കാര്യമായിട്ട് കാണാൻ പറ്റില്ല. ഒരാളുടെ ലൈഫ് സ്റ്റേക്ക് ആയിട്ടുള്ള ഇത് ഉണ്ടായിരിക്കണത്. അപ്പൊ അതുകൊണ്ട് ജുഡീഷ്യറി അത്രയും സീരിയസ് ആയിട്ട് ടേക്കപ്പ് ചെയ്യേണ്ടത്, ഇത് നേഷൻ വൈഡ് ആയിട്ടുള്ള ഒരു കോളിംഗ് ആണ് ഇതിന്റെ മുകളിൽ വേണ്ടതുണ്ട്.